എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ഇറക്കുന്ന 155ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അക്കാസയുടെ അച്ഛനെ കാണാം നമുക്ക്. പുള്ളിക്കാരൻ തൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാസ തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഈ വീക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സോറി ചോദിക്കുന്നത്? നിന്റെ ടൈം ഞാൻ എടുത്തതിന് സോറി, ഞാൻ ചുമച്ച് ഒത്തിരി ശബ്ദമുണ്ടാക്കിയതിന് സോറി, എൻ്റെ എബിലിറ്റിക്ക് പറ്റിയ രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന് സോറി. അവർക്കവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യണമെന്നാണ് ആഗ്രഹം. അവരുടെ ചുമ പക്ഷെ നിലയ്ക്കുന്നില്ല. അവർക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് നോർമലായിട്ട് ശ്വാസം വിടുക എന്നുള്ളത് കൂടിയാണ്. അവരാണ് ശരിക്കും പെയിനിലുള്ളത്. കൊയൂക്കിയും അതേപോലെ അക്കാസയോട് സോറി ചോദിക്കും നമുക്ക് കാണാം. എല്ലാത്തിനും സോറി, എൻ്റെ തെറ്റുകൊണ്ടാണ് നിനക്ക് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റാത്തത്. കൊയൂക്കിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു വീക്ക് ബോഡിയായിരുന്നു. അവൾക്ക് ഫ്രീക്വൻ്റ്ലി വെള്ളം കുടിക്കണമായിരുന്നു. എപ്പോഴാണോ അവൾക്ക് ബാത്റൂമിൽ പോകേണ്ടത് അവളെ ഞാനപ്പോൾ ക്യാരി ചെയ്യണമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ അച്ഛനെ നോക്കിയിരുന്നു. എനിക്കതൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. ഞാൻ പുറത്തുപോയി കളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ഞാൻ അപ്പോൾ ട്രെയിൻ ചെയ്യാറാണ് പതിവ്. ഇവർ തമ്മിൽ അവിടുത്തെ ഫയർ വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്കാസ അവളോട് പറയുന്നുണ്ട്, നീ ഓക്കെ ആയി കഴിയുമ്പോൾ നിന്നെയും ഞാൻ കൊണ്ടുപോകാമെന്ന്. അത് കേട്ടപാടെ കൊയൂക്കിയുടെ കണ്ണു നിറയുന്നത് നമുക്ക് കാണാം. അക്കാസ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അവളെ നേഴ്സ് ചെയ്യാൻ നേരം ശല്യമായി തോന്നുന്നത് ഞങ്ങളുടെ സംസാരത്തിനിടയിൽ അവൾ കരയുന്നതാണ്. അവളുടെ സിഗ്നസിൽ ഡിപ്രസ് ആയതുകൊണ്ടാണ് അവൾ കരയുന്നതാണ് അക്കാസയുടെ മൈൻഡിൽ അക്കാസയ്ക്ക് തോന്നുന്നത്. അടുത്ത ഷോട്ടിൽ കൊയൂക്കിയുടെ അച്ഛൻ പേരിൻ്റെ സിമിലാരിറ്റീസിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ മാസ്റ്റർ ഒരു സാമുറായി അല്ലായിരുന്നു, എങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഭൂമിയും ഡോജോവും ഉണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം ഒരു വയസ്സായ ആളെ കുറച്ചാളുകളിൽ നിന്ന് രക്ഷിച്ചിരുന്നു. കൊയൂക്കിയുടെ അച്ഛൻ്റെ ഫൈറ്റിംഗ് സ്കിൽസിലും മറ്റും ഇംപ്രസ് ആയ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ലാൻഡും മറ്റും ഡോജോയ്ക്ക് വേണ്ടി കൊയൂക്കിയുടെ അച്ഛന് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇതേപോലെ തന്നെ ലാൻഡും ഡോജോ ആവശ്യമുള്ള ഡോജോ പഠിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിന്റെ പേരിൽ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അവർ സൊറിയു ഡോജോ പഠിപ്പിക്കുന്ന നമ്മുടെ കൊയൂക്കിയുടെ അച്ഛനെ ഹറാസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പോഴത്തെ അവസ്ഥയിലായി പോയതും. 3 വർഷത്തിന് ശേഷം നമ്മുടെ അക്കാസയ്ക്ക് 18 വയസ്സായി. കൊയൂക്കിയും 16 വയസ്സ് കഴിഞ്ഞു. അവൾ പതിയെ നോർമൽ ലൈഫിലേക്ക് വരികയായിരുന്നു. ഹക്കുജി ഇവിടെ വരൂ. കൊയൂക്കിയുടെ അച്ഛൻ ഹക്കുജിയെ വിളിച്ചു. കൊയൂക്കിയുടെ അച്ഛൻ അവനെ വിളിച്ചു വരുത്തി ചോദിച്ച കാര്യത്തിൽ ഹക്കുജി ഇല്ലാണ്ടായി പോയിരുന്നു. അയാൾ ചോദിച്ചത് എന്റെ ഡോജോ നീ ഏറ്റെടുക്കുമെന്നായിരുന്നു. കൂട്ടത്തിൽ എന്റെ മകളെയും നീ വിവാഹം കഴിക്കുമെന്നും. തൊട്ടടുത്ത് തന്നെ ഇവർ രണ്ടുപേരും ഒരു ക്ലോസപ്പ് ഷോട്ട് നമുക്ക് കാണാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ മനസ്സുകൊണ്ട് ഒന്നായിരുന്നു. എൻ്റെ കയ്യിൽ ക്രിമിനൽസിന്റെ ടാറ്റൂസ് ഉണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു ഭാവി ഉണ്ടാവുമെന്ന്. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണോ? എനിക്ക് നേരായ വഴിയിൽ ജീവിക്കാൻ കഴിയുമോ? ആ നിമിഷം മുതൽ എനിക്ക് എൻ്റെ ജീവൻ കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമുള്ള 2 ആളുകൾ ഉണ്ടാകുകയായിരുന്നു. ഹക്കുജി സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഹാപ്പി ലൈഫ് അവനോട് ഉണ്ടാകുകയായിരുന്നു. അടുത്ത ഷോട്ട് നമുക്ക് കാണാം അക്കാസ തൻ്റെ അച്ഛൻ്റെ കല്ലറയിൽ പോയി ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അവിടെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവൻ കേട്ടത് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയായിരുന്നു. ആരോ വന്ന് അവനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, കെയ്സോനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പറ്റാത്ത മോൺസ്റ്റേഴ്സ് അവിടുത്തെ കിണറ്റിൽ വിഷം കലക്കി. കെയ്സോയും കെയ്സോയുടെ മകൾ കൊയൂക്കിയും മരണപ്പെട്ടു. അവനവിടെ ഏറ്റവും കെയർ ചെയ്തിരുന്ന 2 പേരാണ് ഇല്ലാണ്ടായത്. അവൻ കൊടുത്തിരുന്ന പ്രോമിസുകളും ഇല്ലാണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഫയർ വർക്ക് കാണാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞത്? നമ്മളുടെ ചെറുപ്പത്തിൽ കൊയൂക്കിയുടെ ആ ചോദ്യത്തിന് അക്കാസ ഇല്ല എന്ന് മറുപടി നൽകുന്നുണ്ട്. അതൊരു ചെറിയ കോൺവെർസേഷൻ ആയിരുന്നു ഹക്കുജി സാൻ. ഞാൻ ആ ചോദ്യത്തിന് മുന്നിൽ വളരെ ഹാപ്പിയായിരുന്നു. നമുക്ക് ഈ വർഷം ഫയർ വർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത വർഷം കാണാമെന്നായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. എനിക്കൊരു അടുത്ത വർഷം കാണാൻ കഴിയുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ മരിച്ചത് എന്നെ അങ്ങനെ ഒരു നിലയിൽ കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ ഫ്യൂച്ചർ കണ്ടു ഹക്കുജി സാൻ. നെക്സ്റ്റ് ഇയർ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഹാപ്പിയായിരുന്നു. നിങ്ങൾ ശരിക്കും അമേസിംഗ് ആണ് ഹക്കുജി സാൻ. കൊയൂക്കി തന്നെ വിവാഹം കഴിക്കുമോന്ന് ഹക്കുജിയോട് ചോദിക്കുന്ന സീൻ നമുക്കിവിടെ കാണാം. ഹക്കുജി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ഞാൻ എല്ലാവരെക്കാളും സ്ട്രോങ്ങർ ആകും. എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അക്കാസ തൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങൾ ഒന്നുപോലും വിടാണ്ടിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അവൻ ചിന്തിക്കുന്നുണ്ട് അവസാനമായപ്പോൾ ഇതെല്ലാം വെറും പ്രോമിസുകൾ മാത്രമായിരുന്നുവെന്ന്. എനിക്കൊരു സിംഗിൾ തിങ് പോലും മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ രാത്രി പിന്നെ നടന്നത് ഇതായിരുന്നു. കെയ്സോന്റെ ഫാമിലി ഇല്ലാണ്ടായ അന്ന് രാത്രി അവരുടെ മരണത്തിന് കാരണമായ കെൻജുത്സു ഡോജോയിലെ 67ഓളം മെമ്പേഴ്സിനെ ബെയർ ഫിസ്റ്റ് വെച്ച് അക്കാസ അവിടെ ക്രഷ് ചെയ്യുമായിരുന്നു. അക്കാസ അവിടുന്ന് മടങ്ങിയത് അവരുടെ രൂപം മനുഷ്യനാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടായിരുന്നു. കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഹമാസകലം രക്തങ്ങളായി അക്കാസ നടന്നു പോകുന്നത് നമുക്ക് കാണാം. തൊട്ടടുത്ത സീനിൽ നമുക്ക് മൂസാനെയും കാണാം. ഞാൻ ഈ ഏരിയയിലേക്ക് ഒരു ഡീമനെയും പറഞ്ഞു വിട്ടിട്ടില്ല, ഒരു നിസാര ഹ്യൂമനാണോ ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ മൂസാൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഹക്കുജിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മൂസാൻ എന്ന ഡീമനെ ഹക്കുജി വാൺ ചെയ്യുന്നത് നമുക്ക് കാണാം. തന്റെ വഴിയിൽ നിന്ന് മാറൂ എന്നായിരുന്നു ഹക്കുജി പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഹക്കുജിയുടെ അടുത്ത് വന്ന മൂസാൻ അവന്റെ തല തുളച്ച് തന്റെ കൈകൾ ഉള്ളിൽ കയറ്റി നമുക്ക് കാണാം. മൂസാൻ പറയുന്നുണ്ട്, ഞാൻ സ്ട്രോങ്ങറായ 12ഓളം ഡീമനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ തന്ന ബ്ലഡുമായി നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോന്ന്.
ഹക്കൂജി പറയുന്നുണ്ട് ഹക്കൂജി ഇനി ഈ ഭൂമിയിൽ ഒന്നും കെയർ ചെയ്യുന്നില്ലെന്ന്. അവന്റെ ചിന്തകളിൽ വരുന്നുണ്ട്, അങ്ങനെ ഞാനൊരു ഡീമനായി, എന്റെ എല്ലാ മെമ്മറിയും ഇറേസ് ചെയ്യപ്പെട്ടു. പക്ഷെ എനിക്ക് വീണ്ടും വീണ്ടും സ്ട്രോങ്ങർ ആകണമായിരുന്നു. ഈവൻ ദോ എനിക്കൊരു ചെറിയ തിങ് പോലും പ്രൊട്ടക്ട് ചെയ്യാനില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് എന്റെ ഫാമിലി നഷ്ടപ്പെട്ട ഈ വേൾഡിൽ ഒരു ദിവസം പോലും ജീവിക്കണ്ടായിരുന്നു. പക്ഷെ 100-ൽ പരം വർഷങ്ങൾ ഇങ്ങനെ കൊന്നും കൊലവിളിച്ചും ജീവിച്ചു. എല്ലാം അവസാനമായപ്പോൾ വെറും കോമിക്കലായി, പാത്തറ്റിക്കായി, ഒരു ബോറായ കഥയുമായി മാറി. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ 155ാമത്തെ ചാപ്റ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ.